Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 97.10 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്. ഇന്നലെ ഒരു സൈഡ് വേസ് ഡേ ആയിട്ടാണ് ഇന്നലത്തെ ട്രേഡിംഗ് ഡേ അവസാനിച്ചത്. ഈ ഒരു 70-80 പോയിന്റ്സിൻ്റെ റേഞ്ചിനകത്ത് തന്നെയാണ് നിഫ്റ്റി ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ട്രേഡ്സും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മളൊരു ട്രേഡ് എടുത്തു, അത് 3.5 പോയിന്റ്സ് ലാസിൽ എക്സിറ്റ് ചെയ്തു. പിന്നെ അത് ടാർഗറ്റിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ 24,538.90 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഇന്നലെ ആ ഒരു ഡേ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ്റെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തില്ല. ഇന്ന് ഈ ഒരു 97.10 പോയിന്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് പുട്ട് ഓപ്ഷനിൽ എത്രമാത്രം ഒരു മൂവ്മെൻറ്റ് ഓപ്പണിങ്ങിൽ വരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഈ ആഴ്ച കാര്യമായിട്ട് ട്രേഡ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. മൺഡേ നമ്മൾ നോ ട്രേഡ് ആയിരുന്നു. പിന്നെ ചൊവ്വയും ബുധനും കോസ്റ്റ് എക്സിറ്റ് ചെയ്തു. ഇന്നലെ നമുക്ക് 3.5 പോയിന്റ് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ഒരു ദിവസം കൂടി ഉണ്ട് വീക്ക്ലി ക്ലോസിങ്ങിനായിട്ട്, നമുക്ക് നോക്കാം. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. ഡേ ഹൈ ലെവൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡേ ഹൈ ലെവലിൽ ഓപ്പൺ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ ചെയ്ത് ഡേ ഹൈ ലെവലിൽ ഇപ്പോൾ ഒരു ബൈയിങ് പ്രഷറാണ് നിഫ്റ്റിയിൽ കാണുന്നത്. നമുക്ക് നോക്കാം. ഇന്നത്തെ ഡേ ലോ ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ 24,529.20 ആണ്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഗ്യാപ് ഫില്ലിംഗ് ആയിരിക്കാം ഒരു പക്ഷേ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 24,600 കോൾ ഓപ്ഷനും 24,550 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 24,700 24,650. പല ഓപ്ഷൻസും പല രീതിയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ചിലത് ഇന്നലത്തെ ഡേ ഹൈ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചിലത് ഇന്നലത്തെ ഡേ ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തൊരു 10-20 പോയിന്റ്സ് എബോവ് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും വാച്ച് ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസസ് ആഡ് ചെയ്ത് വെക്കാമെന്ന് മാത്രം. ഇപ്പോൾ 650 നമുക്ക് അവോയ്ഡ് ചെയ്യാം കോൾ ഓപ്ഷൻ. അതിന് പകരം 24,550 ആണ്. ഇൻ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി ആണ് 550. ഇപ്പോൾ ഇൻ ദ മണിയാണ് വരുന്നത്. ജസ്റ്റ് ഇൻ ദ മണി എന്ന് പറയാം. 600 ആണ് അറ്റ് ദ മണി. അതുപോലെ തന്നെ 200ലേക്ക് വന്നു കഴിഞ്ഞാൽ 750 ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ 4 സ്ട്രൈക്ക് പ്രൈസസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്കൊരു ഗ്യാപ് ഫില്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം.
ഓൾമോസ്റ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് പ്രീവിയസ് ഡേ ലോ വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഡയറക്ഷണൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇന്ന് എന്തായാലും നല്ലൊരു ട്രേഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വീക്ക്ലി ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയൊരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു 300 പോയിൻറ്റ്സ് റേഞ്ചിലാണ് നിൽക്കുന്നത്. വീക്ക്ലി ഒരു ഡോജി ക്യാൻഡലിന് ചാൻസസ് ഉണ്ട്. നമുക്ക് വീക്ക്ലി ചാർട്ട് ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് ഇന്നത്തെ മൂവ്മെൻറ്റ് കൊണ്ടത് കൂടുതൽ ബെയറിഷോ ബുള്ളിഷോ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ 24,390, അതുപോലെ തന്നെ 720 ലെവലാണ്. അപ്പോൾ ഈ 720 ഓൾറെഡി വന്നു കഴിഞ്ഞു. 390 ലെവലും ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 390 ലെവൽ വന്നിട്ടില്ല, 427 ആണ് വന്നിട്ടുള്ളത്. വീക്ക്ലി ലോ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം. വീക്ക്ലി ലോ 427.95 ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ നോക്കുകയാണെങ്കിൽ. അപ്പോൾ മേ ബി അതൊരു 390 ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്കെന്തായാലും ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം മാത്രം എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു 1 മിനിറ്റ് ഇതാണ്, 1 മിനിറ്റ് ചാർട്ടാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷണൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി കൃത്യമായിട്ടൊരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷനിലൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 24,650 പുട്ട് ഓപ്ഷൻ 157ലാണ്, 148ലാണ് ഒരു എൻട്രി. ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് 10:26 സമയം. 148ആണ് എൻട്രി പ്രൈസ്. ഇപ്പോൾ 158 10 പോയിൻ്റ് പുൾ ബാക്ക് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പുൾ ബാക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 24,600 റേഞ്ചിലേക്ക് ഒരു പുൾ ബാക്ക് വരുവാണെങ്കിൽ എൻട്രി കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു എൻട്രി ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് നോക്കാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 151.5 151ലേക്കാണ് ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത്. $51 ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. പക്ഷേ 48 ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ലെവലിലേക്ക് തന്നെ വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാക്ക് ടു 60ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 55 വെയിറ്റ് ചെയ്യാം. ഇനി എന്തായാലും ആക്റ്റീവ് ആയതിനു ശേഷം
നമുക്ക് നോക്കാം. അതുവരെ ഇനി വെയിറ്റ് ചെയ്യാം. ഓക്കെ. $160+ പോയി. ആ ഒരു 51 ലെവൽ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നാണ് പോയത്. 48 ആയിരുന്നു നമ്മുടെ എൻട്രി, അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ട്രേഡ്സ് ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എൻട്രിയിൽ വരികയാണെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനി എന്തായാലും ആ ഒരു എൻട്രിയിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹയർ ലെവൽസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലെവലിലേക്ക് വന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടാർഗറ്റ് 160 ലെവലാണ്. ആ ഒരു 160 ലെവലിലേക്ക് വന്നു കഴിഞ്ഞു. 162 ലെവൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്രേഡ് നോക്കാം. എന്തായാലും ആക്റ്റീവായില്ല. ആ ഒരു ഡേ ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ഇപ്പോൾ 164-65 എത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ട്രേഡ് മിസ്സായി. 178 ആണ് ഡേ ഹൈ, 178.30. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഡേ ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡേ ലോ വരാനും ഡേ ലോ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ഓക്കെ, ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. 20 പോയിൻറ്റ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. $51.61.69.95. കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. കോൾ ഓപ്ഷൻ ഡേ ലോ വരെയാണ് വന്നിട്ടുള്ളത്. പുട്ട് ഓപ്ഷനിൽ നമുക്ക് മറ്റൊരു എൻട്രി കൂടി നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ 148 എൻട്രി കൃത്യമായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തു. 11:29 ലോ വന്നിട്ടുള്ളത് 148 ആണ്. നമ്മളിവിടെ 148 ഓർഡർ ക്യാൻസൽ ചെയ്തു. ആ 148 എന്നാണത് 176 വന്നിട്ടുള്ളത്. ഡേ ഹൈ 178.30 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു എൻട്രി എടുക്കാം. ഇവിടെ നമുക്കൊരു ലോവർ ഹൈ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ലെവൽ നമുക്കൊരു റീടെസ്റ്റ് ആയിട്ട് എടുക്കാം. ഈ ഒരു ലെവൽ 560 ലെവൽ, ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. ഇപ്പോൾ 160 എൻട്രി നമുക്ക് എടുക്കാം. $160 $170 ട്രേഡ് ചെയ്യുന്നത്. 178.30 ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ലെവൽസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ 163.60 ലെവലാണ്. 63 ബൈയിങ് പ്രഷർ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും 160 നമുക്കൊരു എൻട്രി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ആക്റ്റീവ് ആവാൻ നമുക്ക് നോക്കാം. എന്തായാലും ഡേ ലോ ലെവലിലേക്ക് വന്നു. കോൾ ഓപ്ഷൻ ഡേ ലോ. സ്പോട്ട് ഡേ ലോ ആണെങ്കിൽ ന്യൂ ഡേ ലോ 29.20 ആണ്. അപ്പോൾ അത് ഫസ്റ്റ് 5 മിനിറ്റ്സിൽ വന്നിട്ടുള്ള ലോ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടല്ല കാണിക്കുന്നത്. 29.20 ആണ്. ഈ ഒരു ലെവലിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഒരു എൻട്രി 160 വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം.
നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ട് 160. നേരത്തെ 161 വന്നതിന് ശേഷം 168ലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം റീടെസ്റ്റ് വന്നപ്പോഴാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് റിവൈസ് ചെയ്യാനായിട്ടില്ല. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്ന് 165 ബ്രേക്ക് ചെയ്യണമെങ്കിൽ 60 സ്റ്റോപ്പ് ലോസ് നമുക്ക് 60 റിവൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു 2.62ലേക്കാണ് വന്നിട്ടുള്ളത്. യെസ്, ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ 68 കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 80ലേക്ക് പോകുന്നത്. 80 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. യെസ്, നമുക്ക് ഒരു റിവിഷൻ കൊടുക്കാം. അഗെയിൻ നമ്മളൊരു റിവിഷനിലേക്ക് എത്തി. 60.59. യെസ്, ഫൈനലി നമ്മൾ ആക്റ്റീവായിട്ടുണ്ട്. ഒരു ട്രേഡ് കോസ്റ്റിൽ തന്നെയാണ് അഗെയിൻ ബ്രേക്ക് ചെയ്തിട്ടുള്ള ലെവല്. അപ്പോൾ ഇത് അഗെയിൻ കോസ്റ്റിലേക്ക് വരാതെ 168 ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നാണ് എൻ്റെ വ്യൂ. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. ഈ ഒരു ട്രേഡ് 1 പോയിൻ്റ് ഡിഫറൻസിലൊക്കെയാണ് നിൽക്കുന്നത്. ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ 165 ലെവൽ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 180 ലെവലിലേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 180 ആണ്. വളരെ റിസ്ക്കിയാണ് അത് കോസ്റ്റിലേക്ക് റിവൈസ് ചെയ്ത് വെക്കുന്നത്. എന്തായാലും അത് കോസ്റ്റ് ഒന്ന് ബൈയിങ് പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് പ്രോഫിറ്റിലേക്ക് വരും. അങ്ങനെയല്ലാതെ നമുക്ക് കോസ്റ്റിലേക്ക് അഗെയിൻ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അത് 162 തന്നെ നിൽക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്യാൻ നോക്കാം. യെസ്, 160.50. എഗെയിൻ നമുക്കൊരു കോസ്റ്റ് എക്സിറ്റ് ആവുമോ എന്ന് അറിയില്ല. ഇപ്പോൾ ഒരു 30 പൈസ ഡിഫറൻസിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് ബൈയിങ് പ്രഷർ കമോൺ. 160 ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് 168 ബ്രേക്ക് ചെയ്യും. അല്ലെങ്കിൽ 160 വരും. കോസ്റ്റിലാണ്. ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസിലേക്ക് വന്നു, അല്ലെങ്കിൽ കോസ്റ്റിലേക്ക് വന്നു. എക്സിറ്റ് ആവാനാണ് തോന്നുന്നത്. യെസ്, എക്സിറ്റ് ആയി. ഈ ആഴ്ചയിലെ 3ാമത്തെ കോസ്റ്റ് എക്സിറ്റ് ആണ്. 4ാമത്തെ എക്സിറ്റ് ആണെന്ന് പറയാം. അൺഫോർച്ചുനേറ്റ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി അത് ബൈയിങ് പ്രഷർ കാണിച്ചത് കൊണ്ട് തന്നെ $160 നമ്മൾ ബൈ ചെയ്തു. $160 തന്നെ അത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് ട്രേഡ് നോക്കാം. വളരെയധികം അക്യുറേറ്റ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു. പക്ഷേ നമ്മൾ റീടെസ്റ്റ് നേരത്തെ 161 to 168 വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റീടെസ്റ്റിൽ ആക്റ്റീവ് ആവുന്നതുകൊണ്ട് അതിന് കൂടുതൽ സ്പേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അത് 180 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അത് വരണമെങ്കിൽ അതിന് മുൻപായിട്ട് 165 ലെവൽ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ബൈയിങ് പ്രഷർ ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ലോവർ ലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് ഡേ ലോ ലെവലിൽ നിന്നാണ്, കോൾ ഓപ്ഷൻ ഡേ ലോ ലെവലിൽ നിന്നാണ് പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു റിക്കവറി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് റിവിഷൻ കുറച്ച് അക്യുറേറ്റ് ആയിട്ട് വെക്കാൻ എന്ന് വിചാരിച്ചതാണ്. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നോക്കാം. നമുക്ക് വീണ്ടും ഒരു കോസ്റ്റ് എൻട്രി ആണ്. നേരത്തെ 148 വന്നത് 175 ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 148 നമ്മൾ അവോയ്ഡ് ചെയ്തു. ആ ഒരു ട്രേഡ് നമുക്കിവിടെ കാണാം. 148 നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആവുമെന്നാണ് വിചാരിച്ചത്. ആക്റ്റീവായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് വന്നതിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാം. നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ കാണുന്നുണ്ട്. യെസ്, ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് 160 ലെവൽ. അപ്പോൾ കൂടുതൽ ഡൗൺ സൈഡാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ. അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി റിക്കവർ ആവും. മേ ബി 24,600 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കോസ്റ്റിലേക്ക് അതിൻ്റെ ഒരു എക്സിറ്റാണ് വന്നിട്ടുള്ളത്. ഓക്കെ,
മാർക്കറ്റ് അതിന് ശേഷം സൈഡ് വേസിലേക്ക് പോകുന്നതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് കൂടുതൽ ട്രേഡ്സ് ഒന്നും അതിന് ശേഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ 160 ലെവലുണ്ടായിരുന്നത് 178 ലെവലിലേക്ക്, ഡേ ഹൈ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുൻപ് ലോ വന്നിട്ടുള്ളത് 140.45 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 20 പോയിൻ്റ് റിസ്കിലേക്ക് വന്നതിന് ശേഷമാണ് അത് 178 ലെവലിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് 160 എടുത്തത് ആ ഒരു എൻട്രി ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് എക്സിറ്റ് ചെയ്തു. നമ്മൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കോസ്റ്റിൽ വന്നതിന് ശേഷം അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു 155 ലെവലിൽ വന്നതിന് ശേഷം അവിടെ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് ഒരു 140.45 ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് 178ലേക്ക് ഒരു അപ്പ് മൂവ്. അപ്പം മൊത്തത്തിലൊരു സൈഡ് വേസ് ഡേ ആണ്. നമുക്ക് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്താലും നമുക്കത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ മേ ബി 140 വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് നമ്മൾ 20 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു 160 എൻട്രിയിൽ നമുക്ക് പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ 148 എൻട്രി നമുക്ക് നേരത്തെ കൃത്യമായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷേ അത് നമ്മൾ എടുത്തില്ല. കൃത്യം 148 നിന്നാണ് 178ലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് വേസ് ഡേ. അപ്പോൾ എഗെയിൻ നമുക്കൊരു കോസ്റ്റ് ആണ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇന്നത്തെ ദിവസവും. അപ്പോൾ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ കോസ്റ്റ് ഡേ ആണ്. ഒരു ദിവസം നോ ട്രേഡ് ആയിരുന്നു. ഇന്നലെ നമുക്ക് 422ൻ്റെ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീക്കിലെ ഓവറോൾ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ട്രേഡ്സ് കഴിഞ്ഞ കുറച്ച് ആഴ്ചയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2-3 വീക്സ് ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ ട്രേഡ് ഒരു വീക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഒരു ട്രേഡ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് 2 ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ ആഴ്ച ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീക്കിലി 1 or 2 ട്രേഡ്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 1-2 ആഴ്ച നോക്കുകയാണെങ്കിൽ 2-3 ആഴ്ചയായിട്ട്, അതായത് ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ആഴ്ച 4 ദിവസവും ഓൾമോസ്റ്റ് കോസ്റ്റിൽ, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെയാണ് 4 ദിവസം. ഒരു ദിവസം മാത്രം ഒരു 3.5 പോയിൻറ്റ്സിൻ്റെ ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് ബെറ്റർ ആയിട്ടുള്ള ട്രേഡ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.